എല്ലാവരുടെയും ഒരു സംശയമാണ്. എല്ലാവരും കേട്ടിട്ടുണ്ട് IFS ഓഫീസർ, IFS ഓഫീസേഴ്സ് എന്നൊക്കെ. പക്ഷെ ഒരു ഡിപ്ലോമാറ്റിന്റെ ലൈഫ് എങ്ങനെയാണ്, അല്ലെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത്, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് പലർക്കും കാര്യമായ ഒരു അറിവില്ല. അപ്പൊ ഇന്നൊരു ഡിപ്ലോമാറ്റ് ആയിരുന്നു, ഒരു കാലഘട്ടത്തിൽ ഒരു സ്വപ്നമായിരുന്നു അല്ലെ, IASഉം IFSഉം ഒക്കെ ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു യാഥാർത്ഥ്യമായി ഒരു ഡിപ്ലോമാറ്റായി സേവനം അനുഷ്ഠിക്കുമ്പോൾ ഒരു ഡിപ്ലോമാറ്റിന്റെ ജീവിതം എങ്ങനെയാണ് കടന്നു പോകുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം ഞാനും സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന സമയത്ത് പോലും എനിക്ക് IFSനെ കുറിച്ച് അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം പലപ്പോഴും നമ്മുടെ IAS ഓഫീസേഴ്സ് അല്ലെങ്കിൽ IPS ഓഫീസേഴ്സിനെ കുറിച്ച് കുറച്ചും കൂടെ ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറച്ചും കൂടെ മോർ ഫെമിലിയർ ആയിരിക്കും നമ്മൾ അതിനെക്കുറിച്ച്. പക്ഷെ IFS എന്താണെന്നുള്ളത് എപ്പോഴും ഒരു എനിഗ്മയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. IFS സെയിം എക്സാം വെച്ചിട്ടാണ് നമ്മൾ IFSലേക്ക് വരുന്നത്, UPSC സിവിൽ സർവീസസ് എക്സാമിനേഷൻ. അതിനകത്ത് നമ്മളുടെ പ്രിഫറൻസസും റാങ്കിങ്ങും അനുസരിച്ചാണ് ഏത് സർവീസ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വരുന്നത്. സോ ഫോറിൻ സർവീസ് എടുക്കുന്ന ആൾക്കാർക്ക് ഈ കോമൺ ട്രെയിനിങ്ങിന് ശേഷം വി ഗോ ഇൻ ടു സ്പെഷ്യലൈസ് ട്രെയിനിങ്. അത് ഡൽഹിയിൽ വെച്ചാണ് ഫോറിൻ സർവീസ് ഓഫീസേഴ്സിനുള്ള ട്രെയിനിങ്. ഇവിടെ റീസെന്റ് ഇപ്പം റീനെയിം ചെയ്തായിരുന്നു സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സ്റ്റഡീസ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു ട്രെയിനിങ്, ഒരു 1 year ട്രെയിനിങ് ഉണ്ട്, വിച്ച് ഈസ് മോസ്റ്റ്ലി ലാംഗ്വേജ് ട്രെയിനിങ് ആൻഡ് നമ്മുടെ ജോലി സംബന്ധമായ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഒരു ഫോറിൻ ലാംഗ്വേജ് ചൂസ് ചെയ്യാം. സോ ഞാൻ ഫ്രഞ്ച് ആയിരുന്നു ചൂസ് ചെയ്തത്. അങ്ങനെയാണ് ഫ്രാൻസിലോട്ട് പോസ്റ്റഡ് ആയത്. ഫസ്റ്റ് പോസ്റ്റിംഗ് നമ്മൾ ലാംഗ്വേജ് ചൂസ് ചെയ്തിരിക്കുന്ന ആ രാജ്യത്തിലോട്ടായിരിക്കും പോസ്റ്റിംഗ് കിട്ടുന്നത്. സോ ഇപ്പം ലൈഫ് ഓഫ് എ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു വേരിയഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു കോട്ട് ഉണ്ടല്ലോ, ദ വേൾഡ് ഇസ് യുവർ പ്ലേ ഗ്രൗണ്ട് എന്നുള്ളത്. അത് ഡിപ്ലോമാറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആപ്റ്റ് ആണ്. കാരണം നമുക്ക് ലോകത്ത് പല പല രാജ്യങ്ങളിൽ നമുക്ക് പോസ്റ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. 3 വർഷമാണ് ഒരു ജനറൽ പോസ്റ്റിംഗിന്റെ ഒരു ടെന്യൂർ എന്ന് പറയുന്നത്. സോ 3 വർഷം കൂടുമ്പോൾ നമ്മൾ ഇന്ത്യയിലേക്കോ ഹെഡ് ക്വാർട്ടേഴ്സ്, അതായത് ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു രാജ്യത്തേക്കോ പോസ്റ്റഡ് ആവും. സോ ഒരു ലൈഫ് ഓഫ് എ ഡിപ്ലോമാറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ വേർ യു ആർ പോസ്റ്റഡ്. രണ്ടാമതായിട്ട് ഒരു എംബസിയിൽ തന്നെ നമുക്ക് പല പല ടൈപ്പ് ഓഫ് ഒരു റിച്ച് നേച്ചർ ഓഫ് ജോബാണ് നമുക്കുള്ളത്. യു ക്യാൻ ബി പൊളിറ്റിക്കൽ ഓഫീസർ ആവാം, അല്ലെങ്കിൽ ഇക്കോണമി ആൻഡ് ട്രേഡ് ഹാൻഡിൽ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ കൾച്ചർ ഹാൻഡിൽ ചെയ്യുമായിരിക്കാം, ഓർ പ്രസ് ഓർ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ കോൺസുലർ സർവീസസ്. സോ ഇറ്റ് വേരീസ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആൻഡ് ഓൾസോ the department, the wing that you are handling. So so it's I can say it's a very varied plus a rich life.